ഇനിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഭീകര അന്തരീക്ഷം നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഞാനിത് യാഥാർത്ഥ്യമാണ് പറയുന്നത്. നിങ്ങളെ പേടിപ്പിക്കാൻ വെറുതെ ഒരു മോട്ടിവേഷൻ തരുന്നില്ല, യാഥാർത്ഥ്യത്തിലൂടെയുള്ള മോട്ടിവേഷനാണ് നിങ്ങൾക്ക് പറയുന്നത്. ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറഞ്ഞ മാസങ്ങളുള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. ആർട്സിനൊക്കെ പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം, സ്പോർട്സിന് പങ്കെടുക്കണം, സബ് ജില്ലക്ക് പോകണം, ജില്ലയിൽ കിട്ടുമെങ്കിൽ അങ്ങനെ പോകണം, സ്റ്റേറ്റ് വരെ മക്കൾ പോകണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസം. അപ്പോൾ പിന്നെ ജനുവരി കഴിഞ്ഞ മാസങ്ങളില്ലേ? മാസങ്ങളുണ്ട് സാറേ, കുറേ ഉണ്ടല്ലോ ദിവസങ്ങളിൽ, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ, ദിവസങ്ങളുണ്ടല്ലോ സാറേ. ഹാപ്പി ആക്കി തന്നതിന് നന്ദി. ഓണം എക്സാം കഴിഞ്ഞു. ഓണം എക്സാമിൻ്റെ പേപ്പർ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും പാരൻസിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടാവും, അമ്മ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ടഫായിരുന്നു എന്നുള്ള രൂപത്തിൽ നിങ്ങളെ കൊടുത്തിട്ടില്ലേ? പക്ഷെ നിങ്ങളൊരു വാക്ക് കൂടി അവർക്ക് കൊടുത്തിരുന്നു, ക്രിസ്മസ് എക്സാമിന് ഞങ്ങൾ അടിപൊളിയാക്കുന്നു. ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറഞ്ഞ മാസങ്ങളുള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. അതും പോട്ടെ, ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇനി ഞങ്ങൾ മെയിൻ എക്സാമിന് അടിപൊളി മാർക്ക് വാങ്ങുന്നു. എന്നാൽ മെയിൻ എക്സാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ 10 സബ്ജക്റ്റുകളുണ്ട്. 10 സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ലാംഗ്വേജിൻ്റെ കാര്യവും IT ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താം, കുഴപ്പമില്ല. നിങ്ങൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളെന്ന് വിചാരിക്കണം, അതായത് ഏറ്റവും ബ്രില്യൻറ്റ്, നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ 3 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു കഴിയുന്ന കുട്ടികളാണ്. അങ്ങനെ തന്നെ വിചാരിക്കാം. കേരളത്തിലെ നമ്മളെ എജുപോർട്ടിൻ്റെ മക്കളൊക്കെ ഒരു ചാപ്റ്റർ 3 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു കഴിയുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ കൂട്ടട്ടെ. എന്നാൽ അത് വെച്ചിട്ട് തന്നെ കണക്ക് നോക്കുക മക്കളെ. സെപ്റ്റംബർ മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിയാനായി അല്ലേ? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസം. അപ്പോൾ പിന്നെ ജനുവരി കഴിഞ്ഞ മാസങ്ങളില്ലേ? മാസങ്ങളുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി നിങ്ങളുടെ IT എക്സാം, അതായത് ജനുവരി പകുതിയോടുകൂടി നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് തരും. നിങ്ങൾക്ക് ഫെബ്രുവരി 1-ാം തീയതിയോ 2-ാം തീയതിയോ മുതൽ നിങ്ങളുടെ IT എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതായത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 9 വിഷയങ്ങളാണ്. ആ സമയത്ത് തന്നെ 10-ാം തീയതിയോ 12-ാം തീയതിയോ ആയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ മാസം എക്സാമിൻ്റെ മാസങ്ങളാണ്. പോട്ടെ, ഫെബ്രുവരി മാറ്റി നിർത്താം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാസം കറക്റ്റ് 120 ഡേയ്സ്. അങ്ങനെ തന്നെ പറയാം, 120 ഡേയ്സ് മാത്രമാണ്. അതായത് 120 ഡേയ്സ് എന്ന് പറയുമ്പോൾ 4 മാസം, 4 × 30 അങ്ങനെ കൂട്ടിയാൽ മതി. 120 ദിവസം. സാറേ കുറേ ഉണ്ടല്ലോ ദിവസങ്ങളിൽ, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ, ദിവസങ്ങളുണ്ടല്ലോ സാറേ, ഹാപ്പി ആക്കി തന്നതിന് നന്ദി. ഇങ്ങനെ പറയുന്നവരാണെങ്കിൽ കേട്ടോ, ഇനിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഭീകര അന്തരീക്ഷം നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള വലിയൊരു ചതിക്കുഴി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. സ്കൂൾ ആർട്സ് ഒക്കെ നടക്കുന്നില്ലേ? ആർട്സിനൊക്കെ പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം, സ്പോർട്സിന് പങ്കെടുക്കണം, സബ് ജില്ലക്ക് പോകണം, ജില്ലയിൽ കിട്ടുമെങ്കിൽ അങ്ങനെ പോകണം, സ്റ്റേറ്റ് വരെ മക്കൾ പോകണം. എന്നാലും ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിഷയം തന്നെ എടുക്കാം, സോഷ്യൽ സയൻസിന് എടുക്കാം. ഫോർ എക്സാമ്പിൾ സോഷ്യൽ സയൻസ് ടോട്ടൽ, അതായത് ജോഗ്രഫി, ഹിസ്റ്ററിയും കൂടി ഒരു 17-ഓ 18-ഓ ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഒരു 15 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കാം. 15-ന് ഒരു ചാപ്റ്റർ വെച്ച് 3 ദിവസം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മക്കൾ എത്ര ദിവസം പോകും? അവിടെ 45 ദിവസം നമുക്ക് കഴിഞ്ഞു. 45 ദിവസം കഴിഞ്ഞു. അതിലെങ്ങനെയായാലും ഞാൻ ആകെ 15 ചാപ്റ്ററെ കൂട്ടിയിട്ടുള്ളൂ. ഒരു 50 ദിവസം തന്നെ എടുക്കാം. ശരിക്കും ഒരു 50 ദിവസം നമുക്ക് റൗണ്ട് ചെയ്ത് ഇപ്പോൾ ആകെ 9 അല്ലെങ്കിൽ 10 വിഷയത്തിൽ നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ? ആകെ ഒരൊറ്റ സബ്ജക്റ്റ്, ഏത്? സോഷ്യൽ സയൻസ് മാത്രം. ഞാനിത് യാഥാർത്ഥ്യമാണ് പറയുന്നത്. നിങ്ങളെ പേടിപ്പിക്കാൻ വെറുതെ ഒരു മോട്ടിവേഷൻ തരുന്നില്ല, യാഥാർത്ഥ്യത്തിലൂടെയുള്ള മോട്ടിവേഷനാണ് നിങ്ങൾക്ക് പറയുന്നത്. അല്ലാതെ എനിക്ക് തള്ളിമറിച്ചുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യം സാറിന് കിട്ടാനില്ലടാ. അതുകൊണ്ട് തന്നെ 15 × 3 45 ദിവസം. അതിൽ ഞാൻ 15 ചാപ്റ്ററേ കൂട്ടിയിട്ടുള്ളൂ. 17-ഓ 18-ഓ ഉണ്ട്. ടോട്ടൽ ഞാൻ 50 ദിവസം കൂട്ടി. അങ്ങനെയാണെങ്കിൽ 120 ദിവസത്തിൽ നിന്ന് 50 മൈനസ് ചെയ്യാം. 120 ദിവസത്തിൽ നിന്ന് 50 മൈനസ് ചെയ്താൽ പിന്നെ എത്ര ദിവസമാണടാ നിങ്ങൾക്കുള്ളത്? പിന്നെ നിങ്ങൾക്കുള്ളത് 70 ദിവസം. എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ, പഠിച്ചു കഴിഞ്ഞു. ശരിക്കും മാത്സില്ലേ, മാത്സ് എനിക്ക് എത്ര ചാപ്റ്ററാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെയായാലും മിനിമം ഒരു 10 ചാപ്റ്ററെങ്കിലും ഉണ്ടാവാറില്ലേ? 10-ന് എടുക്കാം. ഒരു ചാപ്റ്റർ 3 ദിവസം കൊണ്ട് പഠിച്ചു കഴിയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ചാപ്റ്റർ പഠിക്കാൻ എങ്ങനെയായാലും ഒരു 4-5 ദിവസം വേണ്ടേ? ഓക്കെ, അതിനും നമ്മൾ കൊടുക്കും എത്ര ദിവസം? ഒരു 50 ദിവസം. അതിനും കൊടുക്കാൻ 50 ദിവസം. കാരണം 5 ദിവസമെങ്കിലും മാത്സ് പഠിക്കാൻ ചിലപ്പോൾ വേണ്ടി വരും. നമ്മൾ ബ്രൈറ്റ് ആവട്ടെ കുട്ടികൾ, എന്നാലും ഞാൻ പറയാൻ. അങ്ങനെയായാൽ 70 ദിവസത്തിൽ നിന്ന് എത്ര? ഇനി നിങ്ങൾ ഇതിലും ബ്രില്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 40 ദിവസം മതിയെന്ന് വിചാരിക്കാം. അപ്പോൾ 70-ൽ നിന്ന് 40 കുറച്ചാൽ പിന്നെ മക്കളെ ഉണ്ടാകുന്ന ദിവസം എത്രയാണ്? 30 ദിവസം. 30 ദിവസം. എത്ര സബ്ജക്റ്റാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്? ആകെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ 2 സബ്ജക്റ്റുകൾ.
ഇനി എന്ത് സബ്ജക്റ്റുകളുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇങ്ങനെ നിരന്ന് കിടക്കല്ലേ മക്കളെ. ഫിസിക്സ് ഉണ്ട്. ഇതൊക്കെ വലിയ വലിയ സബ്ജക്റ്റുകളല്ലേ, സയൻസ് സബ്ജക്റ്റുകളല്ലേ. നിങ്ങൾക്കറിയില്ലേ ഫിസിക്സ് ടഫാണ്, പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി ടഫാണ്, ബയോളജി ടഫാണ്. ഇതൊക്കെ പഠിക്കാനുള്ള ദിവസങ്ങൾ എത്ര? 30 ദിവസം. ഒരു 7 ചാപ്റ്റർ ഉണ്ടെങ്കിൽ, ഓരോന്നിലും 7 ചാപ്റ്റർ ഉണ്ടെങ്കിൽ മക്കളെ 3 സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് തന്നെ 21 ചാപ്റ്റർ ഉണ്ട്. 21 ചാപ്റ്റർ പഠിക്കാൻ ഒരു ചാപ്റ്ററിന് 3 ദിവസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 21×3 എത്ര വരും മക്കളെ? 21×3 കൂട്ടണ. 21×3 കൂട്ട് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയാനാണെങ്കിൽ നിങ്ങൾക്ക് 60, നോക്കിക്കണേ 60, അതായത് 20 ചാപ്റ്റർ പഠിക്കാനാണെങ്കിൽ 60, അല്ലെങ്കിൽ 63 + 3, ഇവിടെ ഒന്നിൻ്റെ ഒരു ഇതില്ലേ, ഇങ്ങനെ 63 ദിവസങ്ങൾ ഉണ്ടാവും. 63 ദിവസമുണ്ട് സാറേ. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. 63 ദിവസം ആകുമ്പോഴത്തേന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ട സമയമാടാ. നിങ്ങൾക്ക് ആകെ ഉള്ളത് 30 ദിവസം മാത്രമുള്ളൂ പഠിക്കാനായിട്ട് നിങ്ങളുള്ളത്. മനസ്സിലാക്കണം മക്കളെ. നിങ്ങൾ ഈ 63 ആലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇതാണ് യാഥാർത്ഥ്യം. ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് വാ. ക്രിസ്മസ് എക്സാമിലേക്ക് വാ. വെറും നിങ്ങൾക്ക് മുന്നിലുള്ളത് ഒക്ടോബർ നവംബർ മാസം മാത്രം. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ വരാനുണ്ട്? സ്കൂൾ ആർട്സ് വരാനുണ്ട്, സ്പോർട്സ് വരാനുണ്ട്. നിങ്ങളുടെ സ്കൂളിലാണ് സബ് ജില്ല നടക്കുന്നുണ്ടെങ്കിൽ 5-6 ദിവസം അങ്ങനെ പോകാനുണ്ട്. നിങ്ങളുടെ സ്കൂളിലാണ് ശാസ്ത്രമേള നടക്കുന്നുണ്ടെങ്കിൽ 5-6 ദിവസം വീണ്ടും പോകാനുണ്ട്. നിങ്ങളുടെ സ്കൂളിലാണ് സ്പോർട്സ് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ദിവസങ്ങൾ പോകും. ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിലാണെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് പങ്കെടുക്കണം. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവസാനം റിഗ്രറ്റിൻ്റെ, ഖേദിച്ച് നമ്മുടെ നെഞ്ച് പൊട്ടാന്ന് പറയില്ലേ, നെഞ്ച് പൊട്ടുന്നത് പോലെ നമ്മൾ പറയാറില്ലേ, ഭൂമി ഇപ്പം പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന നിമിഷങ്ങളില്ലേ, ആ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓണപ്പരീക്ഷയ്ക്ക് ഞാൻ നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ, രക്ഷിതാക്കളുടെ ഇടയിൽ നിങ്ങളെ രക്ഷിച്ചില്ലടാ. ഇനിയെങ്കിലും നിങ്ങൾ ആ രക്ഷിതാക്കളെ കബളിപ്പിക്കാതെ, ആ രക്ഷിതാക്കൾക്ക് ഒരു നേരത്തെ പുഞ്ചിരിയെങ്കിലും കൊടുക്കാൻ, നിങ്ങളുടെ വക, നിങ്ങളുടെ സമ്മാനമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞത് പേടിപ്പിക്കാനല്ല, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് രക്ഷിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്നേക്ക് ഈ വീഡിയോ കാണുന്ന അതേ സ്പോട്ടിന് ബുക്കെടുത്ത് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നു, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ് ആയിരിക്കും. അത് ക്രിസ്മസ് എക്സാമിന് തന്നെ നിങ്ങൾ അടിപൊളിയായിരിക്കും. താങ്ക് യു.